സംസ്ഥാനത്തെ എല്ലാ വാഹനങ്ങൾക്കും അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം നടപ്പിലാക്കും. അതിസുരക്ഷാ നമ്പർ പ്ലേറ്റുകൾ ലഭ്യമാക്കാനുള്ള ടെൻഡർ നടപടിയിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടക്കുകയാണ്. ആഗോള ടെൻഡർ വിളിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിലും ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കേരളത്തിലെ കമ്പനികൾക്ക് മുൻഗണന നൽകാനാണ് തീരുമാനം. 2019 ഏപ്രിൽ 1 ശേഷം രജിസ്റ്റർ ചെയ്ത എല്ലാ വാഹനങ്ങൾക്കും ഈ കാണുന്ന ഹോളോഗ്രാം മുദ്രയ്ക്കുള്ള അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിന് മുമ്പ് രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളിൽ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് ഇല്ല. പഴയ വാഹനങ്ങളിലും അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് നിർബന്ധമാക്കിക്കൊണ്ട് 2023 മെയ്യിൽ കേരള ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. പ്രായോഗിക ബുദ്ധിമുട്ടുകളാൽ അത് വൈകുകയായിരുന്നു. ഗതാഗത കമ്മീഷണർ തയ്യാറാക്കിയ ടെൻഡർ ഡോക്യുമെന്റിന് സർക്കാർ അംഗീകാരം നൽകി. ഇരുചക്ര വാഹനത്തിന് നമ്പർ ഘടിപ്പിക്കാൻ 500 രൂപയാണ് ഫീസായി ഇതിൽ നിശ്ചയിച്ചിട്ടുള്ളത്. മുച്ചക്ര വാഹനങ്ങൾക്ക് 600, 4 ചക്ര വാഹനങ്ങൾക്കും ഹെവി വാഹനങ്ങൾക്കും 1000 രൂപയുമാണ് ഫീസ്. കേരളത്തിൽ ഉൽപ്പാദനം നടത്തുന്നതും ഓട്ടോമൊബൈൽ രംഗത്ത് 25 വർഷത്തെ പരിചയവും ഓർഡർ ലഭിച്ച് 24 മണിക്കൂറിനകം നമ്പർ പ്ലേറ്റുകൾ ഘടിപ്പിക്കാൻ പ്രാപ്തരായവർക്കും മുൻഗണന നൽകുന്ന വിധത്തിലാണ് ടെൻഡർ ഡോക്യുമെന്റ്. അതിനാൽ സമയബന്ധിതമായി അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് ഘടിപ്പിക്കാനാവുമെന്നാണ് MVDയുടെ പ്രതീക്ഷ. വാഹനം ഉപയോഗിച്ചുള്ള കുറ്റകൃത്യം തടയാനും സുരക്ഷയ്ക്കുമായിട്ടാണ് അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം കൊണ്ടുവന്നത്. RB സനൂപ്, മീഡിയ 1, തിരുവനന്തപുരം.